മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് പോലെയാണ് ഔദക്കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം. കൊടുങ്കാറ്റ് പോലെ ചീറിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു വീട്ടിലേക്ക് കയറി വന്നത്. എങ്ങനെയെങ്കിലും അലീനെ അവിടെ നിന്നും ഇറക്കി വിടണം. തന്റെ കുടുംബത്തിന്റെ സ്വത്തോ പേരോ അവൾക്ക് ഇനി ഒരിക്കലും കിട്ടാൻ പാടില്ല എന്നുള്ള ആ ഒരു കടുത്ത തീരുമാനങ്ങളാണ് കൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. പക്ഷേ ഇപ്പോൾ ആ മുഖത്ത് ഒരു അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും വാത്സല്യം മാത്രമേ ഉള്ളൂ. അലീനെ കൊടുത്ത ആ ഒരു ഒറ്റ ഗ്ലാസ് ചായയിൽ അദ്ദേഹത്തിന്റെ സകല മുൻകോപവും അങ്ങ് അലിഞ്ഞ് ഇല്ലാതാവുകയാണ്. സ്റ്റാൻലി അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിൽക്കുകയായിരുന്നു. എന്താണ് അപ്പന്റെ മനസ്സിലെന്ന് വായിച്ചെടുക്കാൻ അവൻ ശ്രമിച്ചു. ഔദക്കുട്ടി പതുക്കെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇപ്പോൾ പഴയ ആ ഒരു ഗാംഭീര്യത്തേക്കാൾ ഉപരി വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. സ്റ്റാൻലി, ഔദക്കുട്ടി വിളിച്ചു. നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വരട്ടെ മോനെ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവൾ എങ്ങനെ വിട്ടുകളയാനൊന്നും ഇനി പറ്റത്തില്ല. സ്റ്റാൻലിക്ക് അത് കേട്ടപ്പോൾ അത്ഭുതമായി. അപ്പന്റെ വായിൽ നിന്നും ഇങ്ങനൊരു വാക്കല്ല അവൻ പ്രതീക്ഷിച്ചത്. അവൻ കണ്ണു ചിമ്മാതെ ഔദക്കുട്ടിയെ തിരി നോക്കി. ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ലടോ അവള്. ഔദക്കുട്ടി തുറന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അലീനെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ നിറഞ്ഞു നിന്നു. അവളെ സ്വത്ത് തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനോ ഒന്നും വന്ന കൊച്ചല്ല. അവളുടെ ആ നിപ്പ് കണ്ടില്ലേ നീയ്? അവളോട് രണ്ടു വാക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അവളുടെ ആ ഒരു രീതി കണ്ടാൽ തന്നെ അറിയാം, ആർക്കും അത് മനസ്സിലാവും അവളൊരു പഞ്ചപാവം പിടിച്ചൊരു കൊച്ചു പെണ്ണ് തന്നെയാണെന്ന്. ഒരു കള്ളവുമില്ലാത്ത നിഷ്കളങ്ക മുഖം. സ്റ്റാൻലിയുടെ ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി വിടർന്നു. തൻ്റെ മകളെ അപ്പൻ അംഗീകരിക്കുന്നത് കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ എന്താണുള്ളത്? അതുകൊണ്ട് നീ ഇനി ഒന്നിനെക്കുറിച്ചും ഓർത്ത് വിഷമിക്കേണ്ട. ഔദക്കുട്ടി സ്റ്റാൻലിയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ധൈര്യം പകർന്നു. നിന്റെ കൂടെ ഈ അപ്പനുണ്ടടാ, എന്ത് വന്നാലും നമുക്ക് നോക്കാം. ഔദക്കുട്ടിക്ക് അലീനയോട് ഒറ്റ നോട്ടത്തിൽ തന്നെ അത്രമാത്രം വിശ്വാസവും ഇഷ്ടവും തോന്നി തുടങ്ങിയിരുന്നു. ആ സ്നേഹം ആ വാക്കുകളിൽ അങ്ങ് നിറഞ്ഞു നിന്നു. അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ചായ, ആ സ്വാദ് അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രമല്ല ഹൃദയത്തിലുമാണ് ഇറങ്ങി ചെന്നത്. ഔദക്കുട്ടി എന്ന മുൻകോപി അങ്ങനെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ പൂർണ്ണമായും അങ്ങ് അടിയറവ് പറഞ്ഞിരിക്കുന്നു. ഇതേസമയം നെടുമ്പരക്കൽ തറവാട്ടിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണ്. ബബിതയും കൃഷ്ണമോളും രോഹിത്തും കൂടി അടുക്കളയിൽ ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ വേറെ വേലക്കാരും തന്നെ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുകയല്ലാതെ അവർക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഒരു വശത്ത് പുട്ടുണ്ടാക്കുന്ന തത്രപ്പാടിലാണ് കൃഷ്ണമോള്. മറുവശത്ത് എണ്ണ തിളപ്പിച്ച് പപ്പടം കാച്ചാൻ വേണ്ടി ബബിത നിൽക്കുന്നുണ്ടായിരുന്നു. ആകെ ബഹളവും പാത്രങ്ങളൊക്കെ കൂട്ടിമുട്ടുന്ന ശബ്ദവും മാത്രം. ഇതിനിടയിലേക്കാണ് രോഹിത്ത് കയറി വരുന്നത്. അവൻ ഈ പണികളൊന്നും തന്നെ അത്ര താല്പര്യമില്ല. എല്ലാവരും അവന്റെ പണികളിൽ ഇങ്ങനെ പങ്കിട്ട് ചെയ്യുകയാണ്. എടാ രോഹിത്തെ, നീ വെറുതെ നിൽക്കാതെ ആ പാത്രം ഒന്ന് എടുത്തു താടാ, ബബിത വിളിച്ചു പറഞ്ഞു. ഓ, എന്നെ കൊണ്ടൊന്നും ഇതിനൊന്നും പറ്റത്തില്ല, എനിക്ക് വിശന്നിട്ട് കൂടുതൽ കരിയാണ്. അത്രയും പറഞ്ഞ രോഹിത്ത് പതുക്കെ ബബിത വറുത്തു വെച്ചിരിക്കുന്ന ആ പപ്പടത്തിൽ നിന്നും ഒരെണ്ണം എടുത്തു. അത് കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് അങ്ങ് ദേഷ്യം വരാണ്. അവൾ കയ്യിലിരുന്ന ആ ഒരു തവി വെച്ച് രോഹിത്തിനെ അങ്ങ് ഓടിക്കാൻ നോക്കി. നീ പപ്പടം നിന്നോടാ, നിനക്ക് തിന്നാൻ മാത്രം പറ്റുമല്ലേ? പണി ചെയ്യാൻ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നിട്ട് തിന്നാൻ മാത്രം വന്നിരിക്കുന്നു. അവൾ പപ്പടം വെച്ച് അവനെ ഒരൊറ്റയടി അങ്ങ് അടിക്കാനൊങ്ങി. ഈ ബഹളവും തല്ലുകൂടലും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയുടെ വാതിൽ ആ ഒരു രൂപം വന്ന് നിൽക്കുന്നത്. വൈജയന്തി. മുഖത്ത് ഒരു തരം പുച്ഛവും ദേഷ്യവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അടുക്കളയിലെ ഈ കോലാഹലം കണ്ടിട്ട് അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്താടാ, ആരാടാ ഇവിടെ കിടന്നിങ്ങനെ ഓരോന്നും കാണിക്കുന്നത്? വൈജയന്തിയുടെ ആ ഒരു ശബ്ദം അടുക്കളയിലങ്ങ് മുഴങ്ങി. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. രോഹിത്ത് പരുങ്ങനോട് പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്യാണ്, പാചകം ചെയ്യുവാണേ. വൈജയന്തിയുടെ കണ്ണ് കൂടുതലങ്ങ് ചുവന്നു. നിങ്ങളോട് ആരാടാ ഇതിനകത്ത് കയറി പാചകം ചെയ്യാനൊക്കെ പറഞ്ഞത്? അല്ല, അമ്മ ഇതിനകത്ത് കയറി ഞങ്ങൾക്ക് പാചകം ചെയ്തു തരുമോ? ഇല്ലല്ലോ. രോഹിത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ ചോദിച്ചു. ഞങ്ങൾക്ക് വലതും വയറ്റിനകത്തേക്ക് ചെല്ലണമെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്യണമല്ലോ, അമ്മക്ക് അതിനൊന്നും പറ്റത്തില്ലല്ലോ. വൈജയന്തിക്ക് അത് കേട്ടപ്പോൾ വല്ലാതെ അങ്ങനെ ഈഗോ ആയി. പിന്നെ ഞാൻ ഇവിടെ വയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ച് വിളമ്പിത്തരാം. അല്ല, ഇവിടെ വേലക്കാരിയെ നിർത്തിയാൽ എന്താ കുഴപ്പം? ബബിതയും കൃഷ്ണമോളും പരസ്പരം നോക്കി. കൃഷ്ണമോള് പതുക്കെ ചോദിച്ചു, ഓ, വേലക്കാരിയെ നിർത്താനോ? അല്ല, കയറി വരുന്ന വേലക്കാരിയൊക്കെ അമ്മക്ക് ഇഷ്ടമാവോ? വൈജയന്തിൻ്റെ മുഖം അങ്ങ് ചുളിഞ്ഞു. നീ ആക്കടി. വരുന്ന വേലക്കാരിയൊന്നും എനിക്ക് ഇഷ്ടമില്ലായികയൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അലീന എന്ന് പറയുന്ന ആ ഒരു കുലീനത്വം പിടിച്ച ഒരുത്തി വന്നതിൽ പിന്നെയാണല്ലോ ഇവിടെ ഇത്രയും അധികം പ്രശ്നങ്ങളൊക്കെ നടന്നത്. അതിനു മുൻപ് എത്ര വേലക്കാരികൾ ഈ വീട്ടിൽ നിന്നതാടി? എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞയക്കുമല്ലാതെ അവൾമാർ ഇവിടെ നിന്നും പ്രശ്നമുണ്ടാക്കി പോയിട്ടുണ്ടോ? കൃഷ്ണമോള് അലീനക്ക് കുറ്റം പറയുന്നതൊന്നും കേൾക്കാനായില്ല. അവൾ ധൈര്യത്തോടു കൂടെ മറുപടി പറഞ്ഞു, ഓ, എത്ര പേര് പോയിട്ടുണ്ട്. അമ്മയുടെ സൗകര്യക്കേട് സഹിക്കാൻ വയ്യാതെ അലീന ചേച്ചി മുമ്പുണ്ടായിരുന്ന വേലക്കാരി എവിടെ നിന്ന് പോയതല്ലേ? ഓ, ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞോ? വൈജയന്തി ദേഷ്യത്തോട് പല്ലുറുമി. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഇതൊന്നും പറ്റത്തില്ല.
ഓ, അടുക്കളയിൽ കയറിയിട്ട് എന്തോ കിടന്നിങ്ങനെ കാണിക്കുന്നത്? ഇതൊക്കെ ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അലീന ചേച്ചി പഠിപ്പിച്ചു തന്നതാ. ബബിത അഭിമാനത്തോടു കൂടെ തന്നെ പറഞ്ഞു. പാചകം ചെയ്യാൻ എല്ലാം ഞങ്ങൾ അലീന ചേച്ചി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ പ്രശ്നം? അത് നല്ലതല്ലേ? കൃഷ്ണമോളും കൂട്ടിപ്പിടിച്ചു. അല്ലമ്മേ, അമ്മ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ ഞങ്ങൾ വേണ്ടത്? മക്കൾ ഇങ്ങനെ അടുക്കളയിൽ കയറി പാചകം ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കി വെച്ച് വിളമ്പി തരിക, അതിങ്ങനെ കഴിക്കുക, ഇതൊക്കെ ഒരു അമ്മ അഭിമാനിക്കേണ്ട കാര്യമല്ലേ? വൈജയന്തി പുച്ഛത്തോട് ചിരിച്ചു. ഓ, അങ്ങനെ അഭിമാനിക്കേണ്ട കാര്യമൊന്നും ഈ വൈജയന്തിക്കില്ല. കൈതക്കൽ തറവാട്ടിൽ പിറന്ന ഈ വൈജയന്തിക്ക് അങ്ങനെ അഭിമാനിക്കേണ്ട ഒരു കാര്യവുമില്ലടി. എടി, നിന്നെയൊക്കെ അടുക്കളപ്പണി ചെയ്യിക്കാനല്ല ഞാനങ്ങനെ പെറ്റു വളർത്തിയിരിക്കുന്നത്. പഠിക്കാനുള്ള സമയത്ത് പോയി പഠിച്ചോളണം. അല്ലാതെ അടുക്കളയിലെങ്ങാനും കറങ്ങി നടന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ. ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ അടങ്ങിയിരിക്കുള്ളൂ. ഇവിടെ ഒരു വേലക്കാരിയെ വെക്കാനല്ലേ, അതിനൊക്കെ ഞാൻ തീരുമാനം ഉണ്ടാക്കും. അത്രയും പറഞ്ഞു വൈജയന്തി തൻ്റെ സാരി തുമ്പൊക്കെ പിടിച്ച് വെട്ടി തുറന്നങ്ങ് പുറത്തേക്ക് പോവാണേ. അവളുടെ നടത്തത്തിൽ തന്നെ ഒരു കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. വൈജയന്തി പോയപ്പോൾ കൃഷ്ണമോൾ രോഹിത്തും ബബയും അമ്പരപ്പോടെ നിന്നു. എൻ്റെ പൊന്നോ, ഇത് ഭയങ്കര സാധനം തന്നെ, സമ്മതിച്ചിരിക്കുന്നു. രോഹിത്ത് ദീർഘനിശ്വാസം വിട്ടു. ഇത് മാത്രം കുശുമ്പും കുഞ്ഞായ്മയും വല്ലാത്തതായി പോയി. നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞവരെ നമുക്ക് നാണക്കേടാണല്ലോ. കൃഷ്ണമോള് അവനെ സമാധാനിപ്പിച്ചു. ഇതെന്താ ഈ കുശുമ്പും കുഞ്ഞായ്മയും മാറുമെന്നൊക്കെ ആർക്കറിയാം? സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. ബബിത പെട്ടെന്നിനെ ചോദിച്ചു. എന്ത് സത്യങ്ങളോ? രോഹിത്തും സംശയമായി. സത്യം? എന്ത് സത്യം? കൃഷ്ണമോൾക്ക് നാക്കി പിഴച്ചതെന്ന് മനസ്സിലായി. അവളൊന്ന് പരിങ്ങി. അതെ, സത്യം. സത്യം അറിയുമ്പോൾ അവളിങ്ങനെ വാക്കുകൾ കിട്ടാതെ തപ്പി. പിന്നെ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞു. അതെന്ത് സത്യമാണെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതൊക്കെ ഉണ്ടാക്കിയാലേ അകത്തേക്ക് എന്തെങ്കിലും പോകത്തുള്ളൂ. ഇനി സെർവൻറ്റ് വരുന്നത് വരെ നോക്കി നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് രോഹിത്തേട്ട, മര്യാദക്ക് ബബിതേച്ചിയുടെ കൂടെ കൂടിക്കോ. ഇത് ഞങ്ങളെ കൊണ്ട് മാത്രം പറ്റുന്ന കേസൊന്നുമല്ല. ദേ കേട്ടോ, ഞാൻ അലീന ചേച്ചി വിളിച്ച് പറയണോ? അലീനയുടെ പേര് കേട്ടപ്പോൾ രോഹിത്ത് വേഗം പറഞ്ഞു. അയ്യോ വേണ്ടായേ, ഞാൻ കൂടിക്കോളാമേ. അവൻ വീണ്ടും പപ്പടം ഇങ്ങനെ വറുക്കുന്നതിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. വൈജയന്തി ഇതേ സമയം ഉമ്മർത്തിങ്ങനെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പുറകിൽ ഇങ്ങനെ കയ്യും കെട്ടി മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുക്കി ഒരു തേരാപാര നടത്തും. ഓരോ ചൂടിലും അവളുടെ ഉള്ളിലെ ഈഗോയും വാശിയുമെല്ലാം തന്നെ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഗേറ്റിലേക്ക് നീണ്ടു. ബാലചന്ദ്രൻ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അത്. ഈ വീട്ടിൽ തന്റെ അധികാരം സ്ഥാപിക്കാൻ അവൾക്കൊരു വേലക്കാരിയെ കിട്ടിയേ തീരൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴുമുള്ള ആ ഒരു ഗൗരവമുണ്ടായിരുന്നു. വൈജയന്തി ഉടനെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെന്നു. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല ബാലേട്ടാ, ഈ വീട്ടിൽ എനിക്കൊരു വേലക്കാരി വേണം. ഇവിടുത്തെ അടുക്കളയിലേക്ക് വേറൊരാൾ തന്നെ വന്നേ തീരൂ. വൈജയന്തി തീർത്തും പറഞ്ഞു. ബാലചന്ദ്രൻ അവളെന്ന് തുറച്ചു നോക്കി. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. വേലക്കാരിയോ? അല്ല, ഈ വീട്ടിൽ ഇനി വേലക്കാരി വേണോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വൈജയന്തി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ വീട്ടിൽ വേലക്കാരിയെ വേണം. എനിക്ക് അലീനക്ക് പകരം ഒരാളെ കിട്ടിയേ തീരൂ. അലീനക്ക് പകരം എന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ ബാലചന്ദ്രന്റെ കണ്ണിൽ അങ്ങ് ദേഷ്യം മിന്നി മറിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വരം കടുത്തു. അലീനക്ക് പകരമോ? അലീനക്ക് പകരം ഒരാളെ ഇനി നിനക്ക് കിട്ടില്ല വൈജയെ. അലീനക്ക് പകരം ഈ ലോകത്തിൽ അലീന മാത്രമേ ഉള്ളൂ. വൈജയന്തി പുച്ഛത്തോടങ്ങ് തല വെട്ടിച്ചു. ഓ, അവളുടെ ഗുണഗണങ്ങളും പുരാണങ്ങളും കേൾക്കാനല്ല ബാലേട്ട ഞാൻ നിങ്ങളോട് വന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. എനിക്കിവിടെ ഒരു വേലക്കാരെ കൊണ്ടു തന്നേ പറ്റൂ. അല്ലാതെ മക്കളെ കയറ്റിയിട്ട് ഇങ്ങനെ അടുക്കളപ്പണി ചെയ്യിപ്പിക്കാനൊന്നും എനിക്ക് ഈ വൈജയന്തി പഠിച്ചിട്ടില്ല. അവരിവിടുത്തെ പിള്ളേരാ. അവരങ്ങനെ പണി ചെയ്ത് അടുക്കളയിൽ ഇങ്ങനെ തള്ളിക്കളിക്കേണ്ടതൊന്നുമല്ല അവരുടെ ജീവിതം. അവൾ അങ്ങനെയൊക്കെയാണ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ബാലചന്ദ്രനെ അവളുടെ സംസാരം കേട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. അല്ല വൈജയെ, നീ എന്താ ഈ പറയുന്നത്? സ്വന്തം മക്കൾ ഒരു കാപ്പിട്ടു അല്ലെങ്കിൽ ആ പിള്ളേര് എന്തെങ്കിലും സ്വന്തമായിട്ടൊന്ന് ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആ ഒരു സമയമല്ലേ? അതല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇതിപ്പോ നീ ആർക്ക് വേണ്ടിയിട്ടാ, എന്തിനു വേണ്ടിയിട്ടാടി ഇങ്ങനെ വാശി കാണിക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാടി നീ ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? വൈജയന്തി മറുപടി പറയാൻ വേണ്ടിയിട്ട് വായ തുറന്നപ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങ് തടഞ്ഞു. സ്വന്തം മക്കൾ നല്ല രീതിയിൽ കിച്ചണിൽ കയറിയിട്ട് ഓരോന്നും ഉണ്ടാക്കുമ്പോഴേക്കും അവൾക്ക് അലീനയോടുള്ള വാശി കാണിച്ച് ആ പിള്ളേരുടെ നെഞ്ചത്തേക്ക് കയറുന്നു. ഓ ബെസ്റ്റ് തള്ള. നിന്നെയൊക്കെ തള്ളയെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോടി? നിന്നെയൊക്കെ പെണ്ണിന്റെ വർഗത്തിൽ തന്നെ കൂട്ടാൻ കൊള്ളത്തില്ല. വൈജയന്തിന്റെ കണ്ണുകൾ അപമാനം കൊണ്ട് വികസിച്ചു. അവൾക്ക് പറയാനൊന്നും വാക്കുകൾ കിട്ടിയില്ല. അതുപോലെയല്ലേ നീ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത്? ബാലചന്ദ്രൻ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തുടർന്നു. കള്ളവും കൗശലും മാത്രമല്ലേ നിന്റെ കയ്യിലുള്ളൂ, ചതിയും വഞ്ചനയും മാത്രം. ഇത്രയും കേട്ടപ്പോൾ വൈജയന്തിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ തിരിച്ചടിച്ചു. ആര് ചതിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അല്ല, ബാലേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നല്ലോ. ആര് ചതിച്ചു? ബാലചന്ദ്രനെ ഞാൻ ചതിച്ചോ? എന്നെയല്ലേ ബാലചന്ദ്രൻ ചതിച്ചത്?
അവൾ രോഷത്തോടു കൂടെ കിതച്ചുകൊണ്ട് ചോദിച്ചു. എവിടെ കിടന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് തന്നെ എന്നെങ്ങനെ പൊട്ടിക്കരയിക്കുവാണല്ലോ നിങ്ങൾ? ഇത്രയും നാൾ ഒരു വേലക്കാരിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവളെ കയറ്റി വീട്ടിനകത്തിരുത്തി. എന്നിട്ട് സപ്രമഞ്ച് കട്ടിലങ്ങ് കിടത്തി അവൾക്കെല്ലാം തന്നെ വാരിക്കോരി കൊടുത്തു. അവളിപ്പോൾ എവിടെയോ ഒരു ലോഡ്ജിലോ മറ്റോ കൊണ്ടുപോയി താമസിപ്പിച്ച് എന്നിട്ട് ഞാനല്ലേ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നത്? നാണമില്ലേ ബാലചന്ദ്രൻ നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ? ബാലചന്ദ്രൻ ഒരു നിമിഷം അവളെ നോക്കി. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ഇങ്ങ് പുറത്തു വന്നു. നിർത്ത്, ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. നിനക്ക് സെർവന്റിനെ വേണമെങ്കിൽ നീ തന്നെ കണ്ടുപിടിച്ചേക്കണം. ഈ ബാലചന്ദ്രൻ നിനക്ക് സെർവന്റിന് തരാനൊന്നും പോകുന്നില്ല. പിന്നെ ബാലേന്ദ്രന്റെ വീട്ടിൽ സെർവന്റ് വേണോ വേണ്ടോ എന്നൊക്കെ ഈ ബാലചന്ദ്രൻ തീരുമാനിക്കും. അത് വേറെ ആരും തീരുമാനിക്കേണ്ട കാര്യവുമില്ല. അദ്ദേഹം ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. നീ അലീനക്ക് പകരമാണ് കൊണ്ടുവരാൻ നോക്കുന്നതെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടി. അലീനക്ക് തുല്യം അലീന മാത്രമായിരിക്കും. അവളെപ്പോലൊരു നല്ല പെൺകൊച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലടി. ഇത്രയും കൂടി കേട്ടപ്പോൾ വൈജയന്തിയുടെ സമനില തെറ്റി. തൻ്റെ ഭർത്താവ് തൻ്റെ മുന്നിൽ വെച്ച് താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെണ്ണിനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും കലി കയറല്ലോ. അവൾ ദേഷ്യത്തിൽ ഇങ്ങനെ വിറച്ചുകൊണ്ട് തന്നെ സകലതിരെയും നശിപ്പിക്കുമെന്ന ഭാവത്തിലിങ്ങനെ വെട്ടിതിരിഞ്ഞ് അകത്തേക്ക് പോയി. ബാലചന്ദ്രൻ അവൾ പോകുന്നത് നോക്കി അവിടെ തന്നെ നിൽക്കാണ്. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു. അദ്ദേഹം പതുക്കെ തല കുനിച്ചുകൊണ്ട് തന്നോട് തന്നെ പറഞ്ഞു. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി, നിനക്ക് കിട്ടാൻ പോകുന്നതേയുള്ളൂ, നിനക്കിട്ട് ഞാൻ തരാൻ പോകുന്നതേയുള്ളൂ. ഇതേ സമയം അലീന തന്റെ മുറിയിലെ ജനാലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പുറത്തെ ആ ഒരു പച്ചപ്പും ശാന്തതയും അവൾക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണിൽ ഒരു പ്രത്യേക തിളക്കം വന്നു. മനുശങ്കർ. അവൾ ഓടിച്ചെന്ന് ഫോൺ എടുത്തു. ഹലോ മനുവേട്ട. അവളുടെ ശബ്ദത്തിൽ മറച്ചു വെക്കാൻ കഴിയാത്ത അത്രമാത്രം സന്തോഷമുണ്ടായിരുന്നു. മറുതലക്കൽ മനുവിന്റെ ശബ്ദം കേട്ടു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ അലീനെ? നിന്റെ പപ്പ എന്ത് ചെയ്യുന്നു? എല്ലാവരും അവിടെയുണ്ടോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നിനക്ക് സുഖമാണോ? ചോദ്യങ്ങൾ അങ്ങനെ മഴ പോലെ തന്നെ അവൻ ചോദിച്ചു തുടങ്ങി. അലീന ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കിവിടെ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമല്ല എന്ന് പറയാൻ പറ്റില്ല. അത്രയും വലിയ വീട്ടിൽ സ്വന്തമായിട്ടൊരു റൂം, ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആൾക്കാർ, ഇപ്പോൾ ഇത്രയുള്ള സുഖ സൗകര്യങ്ങളൊക്കെ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അവളൊന്ന് നിർത്തി. അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു വിങ്ങൽ കലർന്നു. പക്ഷേ നെടുമ്പറക്കൽ പോലും ഒരു സുഖമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മനുവേട്ടാ. മനുവിന് അവളുടെ മനസ്സിലെ സങ്കടം മനസ്സിലായിരുന്നു. അതെനിക്കറിയാം അലീനെ, പക്ഷേ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അലീന പെട്ടെന്ന് തന്നെ ഉന്മേഷത്തോട് പറഞ്ഞു. ഇന്നിവിടെ വലിയപ്പച്ചൻ വന്നിട്ടുണ്ട്. വലിയപ്പച്ചനോ? മനുവിന് മനസ്സിലായില്ല. ഏതു വലിയപ്പച്ചൻ? അത് ഇവിടുത്തെ സ്റ്റാൻലി പപ്പയില്ലേ? നിന്റെ പപ്പ. ആ, എൻ്റെ പപ്പയുടെ അച്ഛനാ. അതെ, എൻ്റെ പപ്പയുടെ അച്ഛനാണെന്നേ അലീന ആവേശത്തോടെ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിന്നെന്താ അവിടെ നിന്നും ഇറക്കിവിടാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത്? മനു ചെറു ചിരിയോടുകൂടെ തന്നെ ചോദിച്ചു. മനുവിൻ്റെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അലീനയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഇറക്കി വിടാനാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് തന്നെ, ഇറക്കി വിടാൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അങ്ങനെ എന്നെ ഇറക്കി വിടുമെന്ന് തോന്നുന്നുണ്ടോ മനുവേട്ടനെ? മനു ശ്രദ്ധയോടെ കേട്ടു. മനുവേട്ട, സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാനും ഓർത്തു വലിയപ്പച്ചൻ്റെ വരവ് കണ്ടപ്പോഴേക്കും ഇന്ന് തന്നെ ഇവിടെ നിന്നും എന്നെ ഇറക്കി വിടുമെന്ന്. ഇവിടെ നിന്നും ഞാൻ നാണം കെടും, അപമാനിക്കുമെന്നൊക്കെയാണ് ഞാൻ ഓർത്തത്. പക്ഷേ വലിയപ്പച്ചൻ അതുപോലെ സ്നേഹമുള്ളൊരു മനുഷ്യനെ എൻ്റെ വലിയപ്പച്ചൻ എന്ന് പറയാൻ എനിക്ക് അഭിമാനം തോന്നാണ്. അവളുടെ കണ്ണ് നിറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അങ്ങനെ ആരുടെയൊന്നും വാത്സല്യമോ സ്നേഹമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. സത്യം പറയാലോ, ആ സ്നേഹം എന്താണെന്ന് ഇപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരമേ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളെങ്കിലും എന്നെ അത്രമാത്രം വലിയപ്പച്ചന് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. മനു കുസൃതിയോട് ചിരിച്ചു. ഓഹോ, അപ്പോൾ നീ വലിയപ്പച്ചനെ കയ്യിലെടുത്തു അല്ലേ? നിന്റെ വലിയപ്പച്ചനെ പെട്ടെന്നങ്ങ് കയ്യിലെടുത്തല്ലോ. അലീന നാണത്തോടെ പറഞ്ഞു. ഞാൻ കയ്യിലെടുത്തതൊന്നുമില്ല. എനിക്ക് കയ്യിലെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മനുവേട്ടാ. എന്നെ കണ്ട ഉടനത്തിന് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ വലിയപ്പച്ചൻ്റെ ഭാര്യയില്ലേ, അതായത് എൻ്റെ പപ്പയുടെ അമ്മ, അതുപോലെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നാ. ശരിക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ നീ ഇരിക്കുന്നത് അതുപോലെയാണെങ്കിൽ പുള്ളിക്കാരി ആ ആള് സുന്ദരിയാകാതെ പോവില്ലല്ലോ. മനു കുസൃതിയോട് ചോദിച്ചു. ഓ, അതിന് ഞാൻ അത്ര വലിയ സുന്ദരിയൊന്നുമല്ലല്ലോ. അലീന ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. നീ കമ്മലിടാതെയും മാലയിടാതെയും ചെറിയൊരു കൊന്തയൊക്കെ ഇങ്ങനെ കഴുത്തിലിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ, ആ മാധവും മാലാഖയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അതുപോലൊരു മുഖപ്രസാദമാ നിനക്ക്. അലീനയുടെ കവിള് ചുവന്നു. വേണ്ട വേണ്ട കേട്ടോ, ഇത്രയുമൊക്കെ എന്നെ പൊക്കൊന്നും വേണ്ട മനുവേട്ടാ. പൊക്കിയതൊന്നുമല്ല അലീനെ. ഞാനൊരു സത്യം പറഞ്ഞതാ, വേറെ ആർക്കും. നീ ഇങ്ങനെ സുന്ദരിയല്ലെങ്കിലും നീ എനിക്ക് ഒരുപാട് സുന്ദരി തന്നെയാ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗി തോന്നുന്നത് നിനക്ക് തന്നെയാ. ഒരു പെൺകുച്ചി, അങ്ങനെ ഒരു പെൺകുച്ചി എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നീ തന്നെയാണെന്നൊക്കെ പറയും. പെട്ടെന്ന് തന്നെ അവൻ സ്വരം നിർത്തിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും അത് അങ്ങനെയായിരിക്കുമല്ലോ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ആയിരിക്കുമല്ലോ ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നുന്നത്. അങ്ങനെ ഏത് ചെക്കനും വിചാരിക്കുന്നത് പോലെയല്ലേ? അങ്ങനെ ഏതൊരു ചെക്കനും അങ്ങനെയാണല്ലോ തോന്നുന്നത്.
മനുവേട്ടാ വേണ്ട കേട്ടോ, അലീന സ്നേഹത്തോടെ വിളിക്കി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൾ ഗൗരവത്തോടെ ചോദിച്ചു, അല്ല അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നെടുമ്പറക്ക് വല്ലതും പോയിരുന്നോ നിങ്ങൾ? മനു ഒന്ന് നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പിൽ പോയതൊന്നുമില്ല അലീനെ. നീ ഇല്ലാതെ അങ്ങോട്ടേക്ക് പോവാൻ എനിക്ക് തോന്നുമോ? പിന്നെ അവിടെ ആൻറ്റി ഉണ്ടല്ലോ, അവിടെ ചെല്ലുന്നതിനേക്കാൾ വേഗം പോവാതിരിക്കുന്നത് തന്നെയാണ്. അവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറികളും ചീറ്റുകളൊക്കെ ഉണ്ട്. ആ പിള്ളേരുടെ സമാധാനക്കേട് എന്നല്ലാതെ എന്താ പറയാ? അലീനയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം വന്നു. ആ കുട്ടികളെ അവൾക്ക് അത്രമാത്രം ജീവനായിരുന്നു. അല്ല മനുവേട്ടൻ ഇടയ്ക്ക് അങ്ങോട്ടേക്കൊന്ന് പോകണം. അങ്ങോട്ടേക്ക് പോയിട്ട് അവരെ സമാധാനിപ്പിക്കണം. 2 വാക്കെങ്കിലും പറഞ്ഞ് മക്കളോട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണം. സന്തോഷത്തോടു കൂടി ഇരിക്കണം. കാരണം അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. ഞാനില്ലാത്ത കുറവ് മനുവേട്ടൻ വേണം നിരത്താൻ. മനു നിസ്സഹായതയോടെ പറഞ്ഞു, നീ ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ വിചാരിച്ച നികത്താൻ പറ്റുമോ അലീനെ? നീ ഇല്ലാത്തതിൻ്റെ കുറവ് നീ തന്നെ നികത്തേണ്ടി വരും. കാരണം നിനക്ക് പകരമാവാൻ അവിടെ വേറെ ആരുമില്ല. കുറച്ചു നേരം അവർക്കിടയിൽ മൗനം നിറഞ്ഞു. ആ മൗനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പറയുന്ന ഒരുപാടധികം സ്നേഹമുണ്ടായിരുന്നു. ഫോൺ വെക്കുമ്പോൾ അലീനയുടെ മനസ്സിൽ ഒരേ സമയം പുതിയ ജീവിതത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും നെടുമ്പരക്കിലെ കുട്ടികളെക്കുറിച്ചുള്ള സങ്കടവുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ ഫോൺ സംഭാഷണം കഴിഞ്ഞ് അലീന മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ സ്റ്റാൻലി ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് വല്ലാത്ത വാത്സല്യം നിറഞ്ഞു. നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിധിയാണ് ഇപ്പോൾ കൺമുന്നിൽ നിൽക്കുന്നത്. അലീനയെ സ്റ്റാൻലി വിളിച്ചു. എന്താ പപ്പ? അലീന അടുത്തേക്ക് ചെന്നു. നമുക്ക് എസ്റ്റേറ്റ് ഒന്ന് പോയി ചുറ്റി കണ്ടാലോ? സ്റ്റാൻലി ചോദിച്ചു. നീ എൻ്റെ എസ്റ്റേറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ, നമുക്ക് പോയിട്ട് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അലീന അമ്പരപ്പോട് ചോദിച്ചു. അതെ, ഇപ്പോൾ പോവാം. ഇവിടെ ഒത്തിരി ദൂരമൊന്നുമില്ലല്ലോ. നീ ഏതായാലും പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ. അലീന സന്തോഷത്തോടു കൂടി തന്നെ വേഗം മുറിയിലേക്ക് പോയി. അവൾ പെട്ടെന്ന് തന്നെ തയ്യാറായി തിരികെ വന്നു. ജീപ്പിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ഉമ്മറത്ത് നിന്നും ആ ഒരു വിളി വന്നത്. ഹോ, എന്നെ കൂട്ടാതെ അപ്പനും മോളും കൂടി അങ്ങ് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചോ? അവതക്കുട്ടിയായിരുന്നു അത്. അദ്ദേഹം നടപ്പുതടി തന്നെ കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കുസൃതിയോടുകൂടെ അവരുടെ അടുത്തേക്ക് വന്നു. സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പൻ ഈ പ്രായത്തിൽ വെറുതെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാ? അത് നടക്കത്തില്ല. ഞാനും വരുന്നുണ്ട്. എസ്റ്റേറ്റ് കാണാൻ അവതക്കുട്ടി വാശി പിടിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ പറഞ്ഞു. ഞാനും വരുന്നുണ്ട്, വണ്ടിയിൽ കയറുന്നുണ്ട്. അലീനക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിൽപ്പ് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നി. ഒരു മുത്തശ്ശൻ്റെ സ്നേഹം എത്രത്തോളം മാധുര്യമുള്ളതാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവതക്കുട്ടി പതുക്കെ വണ്ടിക്കകത്തേക്ക് വലിഞ്ഞു കയറി. അലീനയും സ്റ്റാൻലിയും പുഞ്ചിരിയോടുകൂടെ തന്നെ വണ്ടിയിൽ കയറി. ആ വണ്ടി പുതിയൊരു സ്നേഹത്തിലേക്ക് എന്ന പോലെ ആ എസ്റ്റേറ്റിലേക്ക് യാത്ര തിരിച്ചു. അവതക്കുട്ടിയും സ്റ്റാൻലിയും അലീനയും പുറത്തേക്ക് പോയതിന് പിന്നാലെ തന്നെ ജോലിക്കാരനായ പൗലൂസും ആൻ്റപ്പനും ബൈജുവും മുറ്റത്തെ ആ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ വട്ടം കൂടി. അവരുടെ സംസാരം മുഴുവൻ അവതക്കുട്ടിയെക്കുറിച്ച് മാത്രമായിരുന്നു. എങ്ങനെ വന്ന മനുഷ്യരാണ് ഇപ്പോൾ? എന്തായിരുന്നു എല്ലാവരുടെയും? പെട്ടെന്ന് തന്നെ അയാൾ മനസ്സ് മാറിയപ്പോഴേക്കും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അപ്പനും മകനും ഒരേ ഇത് തന്നെയാണ്. ആൻ്റപ്പൻ ഒരു ചെറിയ കുറുമ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? മത്തയുടെ ചുവട്ടിൽ ഇങ്ങനെ കുമ്പളം മുളക്കില്ലല്ലോ. കുമ്പളത്തിൻ്റെ ചുവട്ടിൽ മത്തനും മുളക്കില്ല. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓ, വലിയ കുടുംബക്കാരാണ്, വലിയ പേര് കേട്ട കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണോ ഇത്? വൈജിയും അത് ശരിവെച്ചു. അതെ, ഒരു വീട്ടിൽ നടക്കാത്ത കാര്യമാണ് ഇവിടെ വന്ന് നടക്കുന്നത്. ഇതിനിടയിൽ പൗലോസ് വല്ലാത്ത സങ്കടത്തോടെ ഇങ്ങനെ മുഖം കുനിച്ചു. അവനാണ് ഈ വീട്ടിലെ ഇപ്പോഴത്തെ പ്രധാന പാചകക്കാരൻ. ഏതായാലും എൻ്റെ കഞ്ഞിയില ഇപ്പോൾ പാറ്റി വീണിരിക്കുന്നത്, പൗലോസ് നെടുവീർപ്പോടെ പറഞ്ഞു. ബൈജുവിന് ഇത് വിഷയമല്ല, ആൻ്റപ്പൻ ചേട്ടനും ഇത് വിഷയമല്ല. എനിക്കാണ് ഏറ്റവും വലിയ വിഷയം. അതെന്താടാ പൗലോസ് നീ അങ്ങനെ പറഞ്ഞത്? ആൻ്റപ്പൻ ചോദിച്ചു. കാര്യം അടുക്കളയും കൂടി ഇനി അവൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് തീർന്നു. അങ്ങനെ കൂട്ടിയാൽ മതിയല്ലോ, പൗലോസ് ദയനീയമായി പറഞ്ഞു. ഇന്ന് ചായക്ക് ഇടാൻ വന്ന് അവളൊരു ചായക്ക് ഇട്ട് കൊടുത്തു. ഓ, അവതക്കുട്ടിച്ചാൻ പറയുന്നത് കേട്ടാ നമ്മൾ അങ്ങ് അലിഞ്ഞു പോവും. അതുപോലെ കൈപ്പുണ്യം മാത്രമേ അവളുടെ ചായക്ക്. എനിക്കാണെങ്കിൽ അത് കുടിച്ചിട്ട് വലിയ രുചിയൊന്നും തോന്നിയിട്ടില്ല. സാധാരണ ചായ കുടിക്കുന്നത് പോലെ തോന്നിയിട്ടുള്ളൂ. എന്നിട്ടാണ് ആ പെണ്ണിനെ അങ്ങ് പൊക്കി നിൽക്കുന്നത്. പൗലോസിന്റെ സങ്കടം കേട്ട് ബാക്കി 2 പേരും അങ്ങ് പതുക്കെ ചിരിക്കാണ്. പൗലോസ് നിർത്തിയില്ല. അവതക്കുട്ടിച്ചാനും അതുപോലെ തന്നെ ഇവിടെയുള്ള കാനലും അദ്ദേഹം ആ പെണ്ണെന്ന് വെച്ചാൽ ജീവനാണ്. ഇനി മിക്കവാറും ഈ വീട് ഭരിക്കാൻ പോകുന്നത് വേറെ ആരുമായിരിക്കില്ല, അവൾ തന്നെയായിരിക്കും. അവൾ വരച്ച വരയിലങ്ങ് നിർത്തും അവതക്കുട്ടിച്ചാനും കേണൽ അദ്ദേഹത്തെയും. അതൊക്കെ ഉറപ്പുള്ള കാര്യമാ പൗലോസെ, ആൻ്റപ്പനും ഗൗരവത്തോടെ പറഞ്ഞു. നമ്മുടെ അലീന വരച്ച വരയിൽ തന്നെ അവരെ നിർത്തും. അവളുടെ ആ പാവം മുഖം കണ്ട ആരും അങ്ങ് വീണുപോകും. അപ്പോൾ